everyone, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today I am here with the paper Income Tax Assessment 2, which is a core paper for semester 4 BCom Tax Procedure and Practices students under Kerala University. This is the 9th lecture of the series. In this lecture, we are discussing about Illustration 2 of Assessment of Company. Let us discuss. The P&L account of SR Limited for the year ended 31st March 2020 is given below. SR Limited P&L account ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ഇയർ ഓഫ് എൻഡിങ് എന്ന് പറയുന്നത് 31st March 2020 ആയിരുന്നു. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും കുറേ ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ ട്രേഡിംഗ് എക്സ്പെൻസ് 4500 അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ഫീസ് അതും അഡ്മിസിബിൾ ആയിട്ടുള്ളൊരു P&L ഐറ്റമാണ്. ഇൻകം ടാക്സ് പേ ചെയ്തു 28,000 rupees. അത് നമുക്ക് P&L അക്കൗണ്ടിൽ കാണിക്കാൻ സാധിക്കില്ല. P&L അക്കൗണ്ടിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്കതിനെ മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ് 28,000 രൂപ തന്നിരിക്കുന്നത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. ഇൻഷുറൻസ് പ്രീമിയം അഡ്മിസിബിൾ ആണ്. ലോസ് ബൈ തെഫ്റ്റ് അഡ്മിസിബിൾ ആയിട്ടുള്ളൊരു എക്സ്പെൻസ് ആണ്. ജനറൽ ചാർജസ് 30,000 rupees നമുക്ക് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 2,500 തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് പറയുന്നുണ്ട്. ദ നെക്സ്റ്റ് ഐറ്റം ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 1,550. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ വരുന്നതാണ്. അത് നമുക്ക് ബിസിനസ്സിൽ എക്സ്പെൻസ് ആയിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ സാലറി എന്ന് പറയുന്നത് അഡ്മിസിബിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ബാഡ് ഡെറ്റ്സ് അഡ്മിസിബിൾ ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഇൻഅഡ്മിസിബിൾ ആണ്. ഏതൊരു പ്രൊവിഷനും P&L തന്നിട്ടുണ്ട് എങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. പെനാൽറ്റി 1,340. അത് അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നു. പെനാൽറ്റി ഈസ് ഇമ്പോസ്ഡ് ബൈ ദ കസ്റ്റംസ് അതോറിറ്റി ഫോർ ബ്രീച്ച് ഓഫ് ലോ. നിയമം ലംഘിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പെനാൽറ്റി ആ ബിസിനസ്സിനുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പെനാൽറ്റി ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. കമ്മീഷൻസ് ഒരു അഡ്മിസിബിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടിയത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഇൻകം ആയിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ കുറയ്ക്കും. ദെൻ അടുത്ത ഐറ്റമാണ് റെൻറ്റ് റിസീവ്ഡ് ഓൺ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയിൽ നിന്നും റെൻറ്റ് കിട്ടിയത് ഒരു ബിസിനസ് ഇൻകം ആയിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. ആ എമൗണ്ടും ഐറ്റംസ് ടു ബി ഡിഡക്റ്റഡിൽ നമ്മൾ കാണിക്കും. ദെൻ അടുത്ത ഐറ്റമാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലാണ് കാണിക്കുന്നത്. അതൊരിക്കലും ബിസിനസ് ഇൻകം അല്ല. അതുകൊണ്ട് ഈ എമൗണ്ട് നമ്മൾ ഈ ബിസിനസ് ഇൻകത്തിൽ നിന്നും കുറയ്ക്കും. നമുക്ക് അടുത്ത അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കാം. ജനറൽ ചാർജസ് ഇൻക്ലൂഡ് ₹3,000 സ്പെൻഡ് ഓൺ ദ ഒക്കേഷൻ ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ന്യൂ ട്രേഡിംഗ് ഔട്ട്ലെറ്റ് ആൻഡ് ₹10,000 on deposit includes Talkal telephone deposit scheme. ജനറൽ ചാർജസിൽ 30,000 rupees ഉണ്ട്. അതിൽ 3,000 rupees പുതിയ ട്രേഡിംഗ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതാണ്. ദെൻ അതിൽ 10,000 rupees എന്ന് പറയുന്നത് തൽക്കാൽ ടെലിഫോൺ ഡെപ്പോസിറ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ രണ്ട് എമൗണ്ടും നമ്മുടെ ബിസിനസ്സിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. Then രണ്ടാമത്തെ ഇൻഫർമേഷൻ ദ കമ്മീഷൻ എമൗണ്ട് റെപ്രസെൻറ്റ്സ് എമൗണ്ട് പെയ്ഡ് ഫോർ സെക്വയറിംഗ് ഓർഡേഴ്സ് ഫോർ ദ ബിസിനസ്. ബിസിനസ്സിന് ഓർഡർ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത കമ്മീഷനാണ്. അത് അഡ്മിസിബിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അത് നമ്മൾ എടുക്കണ്ട. ദെൻ പെനാൽറ്റി ഈസ് ഇമ്പോസ്ഡ് ബൈ ദ കസ്റ്റംസ് അതോറിറ്റി ഫോർ ബ്രീച്ച് ഓഫ് ലോ. ലോ ബ്രീച്ച് ചെയ്തുകൊണ്ട് മാത്രം കസ്റ്റംസ് ഡ്യൂട്ടി പെനാൽറ്റി ഇമ്പോസ് ചെയ്തു എങ്കിൽ അത് ഒരിക്കലും ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല. അത് അവരുടെ മാത്രം കുഴപ്പം കൊണ്ടുണ്ടായതാണ്. ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതിന് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. പെനാൽറ്റി ബിസിനസ് എക്സ്പെൻസ് അല്ല. നാലാമത്തെ ഇൻഫർമേഷൻ
depreciation amount includes rupees 1900 for machinery and rupees 600 for furniture and fixtures. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2500 ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. P&L അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2500 ആണ്. അതിൽ 1900 എന്ന് പറയുന്നത് മെഷീനറിക്ക് വേണ്ടിയും 600 എന്ന് പറയുന്നത് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണ്. Then the written down value of the machinery and furniture on 1/4/2019 were rupees 10,000 and 8,000 respectively. Rate of depreciation 15% and 10% respectively. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. മെഷീനറിയുടെയും ഫർണിച്ചറിൻ്റെയും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. മെഷീനറിയുടെ റിട്ടേൺ ഡൗൺ വാല്യൂ 10,000 ഉണ്ടായിരുന്നു. അത് 15% റേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 8,000 ആണ്. അത് 10% വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് P&L തന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ്റെ ടോട്ടൽ എമൗണ്ട് 2500 ആണ്. അതിൽ മെഷീനറി 1900ഉം ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 600ഉം ആണ്. അങ്ങനെയാണ് ടോട്ടൽ 2500 നമ്മൾ P&L അക്കൗണ്ടിൽ ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത്. ദെൻ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞ് അഡീഷണൽ ഇൻഫർമേഷനിൽ 10,000 തന്നിട്ടുണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് മെഷീനറി 10,000 rupees. ഇതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 15% ആണ്. അങ്ങനെയെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10,000ൻ്റെ 15% കാൽക്കുലേറ്റ് ചെയ്യുക. 1,500 ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് മെഷീനറി വെച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ വരുന്നത്. നമ്മൾ ഡിപ്രീസിയേഷൻ P&L കാണിച്ചിരിക്കുന്നതിൽ മെഷീനറിയുടെ പാർട്ട് എന്ന് പറയുന്നത് 1900 ഉണ്ട്. 1,500 മാത്രമേ ഡിപ്രീസിയേഷൻ പാടുള്ളായിരുന്നു. അപ്പം 400 rupees നമ്മൾ എക്സസ് ആയിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ ആണ് മെഷീനറിയുടെ മേൽ. അതുകൊണ്ട് 400 rupees നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. 400 rupees നമ്മൾ അധികമായിട്ട് P&L അക്കൗണ്ടിൽ കുറച്ച് കാണിച്ചിരിക്കുകയാണ്. അത്ര എമൗണ്ട് കുറയ്ക്കേണ്ട കാര്യമില്ല. എക്സസ് ആയിട്ട് കാണിച്ചിരിക്കുന്ന 400 രൂപ നമ്മൾ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ആഡ് ബാക്ക് ചെയ്യുന്നു. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് 600 rupees ആയിരുന്നു. അത് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 8,000 ഉണ്ട്. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% ആണ്. അങ്ങനെയെങ്കിൽ 800 rupees വരെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന് നമുക്ക് P&L അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ കാണിക്കാം. നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 600 ഉള്ളൂ. 800 rupees വരെ ഡിപ്രീസിയേഷൻ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന് അഡ്മിസിബിൾ ആണ്. പക്ഷെ നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് 600 ഉള്ളൂ. 200 ഈസ് നോട്ട് ചാർജ്ഡ് ഓൺ ഫർണിച്ചർ. അതുകൊണ്ട് ആ എമൗണ്ട് നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് കുറച്ച് കാണിക്കാൻ സാധിക്കുമായിരുന്നതാണ്. അത് നമ്മൾ ഐറ്റംസ് ടു ബി ഡിഡക്റ്റഡിൽ ഡിപ്രീസിയേഷൻ നോട്ട് ചാർജ്ഡ് ഓൺ ഫർണിച്ചർ എന്ന് പറഞ്ഞ് 200 rupees നമ്മൾ കാണിക്കും. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. അവിടെ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് 1,11,550 നമ്മുടെ P&L അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതുക. അതിൽ നിന്നും ആഡ് ഇനഡ്മിസിബിൾ എക്സ്പെൻസ് ആൻഡ് ലെസ് ഐറ്റംസ് ടു ബി ഡിഡക്റ്റഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ ചെയ്യുന്നത്. അപ്പം ഐറ്റംസ് ഇനഡ്മിസിബിൾ ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. എക്സ്പെൻസസ് നോട്ട് ഡിഡക്റ്റബിളിനെ ആഡ് ബാക്ക് ചെയ്യണം. ഇൻകം ടാക്സ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഇനഡ്മിസിബിൾ ആണ്. പ്രൊവിഷൻസ്, ഏതൊരു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ വെച്ചിരുന്നാലും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആയിരുന്നാലും എല്ലാ പ്രൊവിഷൻസും നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ. ദെൻ പെനാലിറ്റി, എക്സസ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത 400 ഇവിടെ ആഡ് ബാക്ക് ചെയ്തു. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ മേൽ ഇൻഅഡ്മിസിബിൾ ആയിട്ട് ഉള്ള എക്സ്പെൻസിനെ ആഡ് ബാക്ക് ചെയ്യുന്നത്. ദെൻ ആ ഐറ്റംസിനെ എല്ലാം ആഡ് ചെയ്തു. 35,050 കിട്ടി. ദെൻ ഈ രണ്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഈ ഐറ്റംസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 1,46,600 ആണ്. ദെൻ ലെസ് ഐറ്റംസ് ടു ബി ഡിഡക്റ്റഡ്. P&L അക്കൗണ്ട് തന്നിരിക്കുന്ന ഏതൊക്കെ ഐറ്റംസ് ആണ് ഇതിൽ നിന്നും കുറയ്ക്കേണ്ടത്. ബിസിനസ് ഇൻകം അല്ലാത്ത ഐറ്റംസിനെ എല്ലാം നമ്മൾ കുറയ്ക്കും. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് 3,750 നമ്മൾ എന്ത് ചെയ്യും? ഐറ്റംസ് ടു ബി ഡിഡക്റ്റഡിൽ ഒരു ഐറ്റമായിട്ട് നമ്മൾ കാണിക്കും. ദെൻ റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന് കിട്ടിയ റെൻറ്റ്, അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആണ്, അത് ബിസിനസ്സിൻ്റെ ഇൻകം അല്ല.
ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതും ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലെ ഇൻകം ആണ്, അതിവിടെ കാണിക്കില്ല. ദെൻ നമ്മൾ കണ്ടുപിടിച്ച ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ നോട്ട് ചാർജ്ഡ്, 200 റുപ്പീസ് നമുക്ക് ചാർജ് ചെയ്യാമായിരുന്നു ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെ മേൽ, പക്ഷേ 600 നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അധികമായിട്ടുള്ള ആ 200 റുപ്പീസ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഈ എമൗണ്ടുകൾ കുറയ്ക്കുമ്പോൾ നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് 1,26,120 കിട്ടും. ദെൻ നമുക്ക് ടാക്സബിൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഫസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഐറ്റംസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 10,700 ആണ് റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് റെൻ്റാണ് കിട്ടിയിരിക്കുന്നത്. ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 30% ഓഫ് ആനുവൽ വാല്യൂ നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. അതൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. റെൻ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 10,700. അതിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം 10,700 മൈനസ് 10,700ൻ്റെ 30% ആയിട്ടുള്ള 3,210 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 7,490. ദെൻ ഇൻകം ഫ്രം ബിസിനസ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഇൻകം ഫ്രം ബിസിനസ് 1,26,120. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പം 5,830 ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതിൽ നിന്നും നമുക്കുണ്ടായ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമ്മൾ കുറയ്ക്കുന്നു. 1,550 അതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 4,280 ആണ്. ദെൻ അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സിലെ ഒരു ഐറ്റമാണ് ബാങ്ക് ഇൻട്രസ്റ്റ്. ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മൾ എത്രയാ, 3,750 നമുക്ക് അതർ സോഴ്സിൽ നിന്നുണ്ടായ ഇൻകമാണ്. ദെൻ നമ്മുടെ ടോട്ടൽ ഇൻകം 1,41,640. ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് പേയബിൾ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിട്ടിയ ടോട്ടൽ ഇൻകം 1,41,640. ഈ എമൗണ്ടിൽ LTCG ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 4,280 ആണ്. അതിൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 856 കിട്ടും. ബാലൻസ് എമൗണ്ട് 1,41,640 മൈനസ് 4,280 കാൽക്കുലേറ്റ് ചെയ്യുമ്പം 1,37,360. ഈ എമൗണ്ടിൻ്റെ 25% ആണ് അഡീഷണൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. LTCGയുടെ 20% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ബാലൻസ് ഉള്ള ടോട്ടൽ ഇൻകത്തിൻ്റെ എമൗണ്ട് കണ്ടെത്തിയിട്ട് അതിൻ്റെ 25% ചാർജ് ചെയ്യണം. അപ്പോൾ 34,340 കിട്ടും. ആ രണ്ട് എമൗണ്ടും കൂടി ആഡ് ചെയ്യുമ്പം 35,196. അതിൻ്റെ കൂടെ സർചാർജ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. സർചാർജ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് സെയിം എമൗണ്ട് തന്നെയാണ് 35,196. ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%. ഈ എമൗണ്ട് 35,196ൻ്റെ 4% അഡീഷണൽ കാൽക്കുലേറ്റ് ചെയ്യുക. അത് 1,408 കിട്ടും. ആ എമൗണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 36,604. നെറ്റ് ടാക്സ് പേയബിൾ നമ്മൾ കൊടുക്കേണ്ട ടാക്സ് പേയബിൾ എന്ന് പറയുന്ന എമൗണ്ട് 36,604. അതിൻ്റെ റൗണ്ട് ഓഫ് ചെയ്യുമ്പം 36,600. ഇതാണ് ഈ കമ്പനി കൊടുക്കേണ്ട നെറ്റ് ടാക്സ് പേയബിൾ ₹36,600. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.